ഹായ് മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രീ ബോർഡിനും ബോർഡ് എക്സാമിനും ഒക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത്. അതിലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഹൗ ഡിഡ് പ്രിന്റ് കൾച്ചർ ക്രിയേറ്റ് ദ കണ്ടീഷൻ ഫോർ ദ ഫ്രഞ്ച് റവല്യൂഷൻ? ഇതിൻ്റെ അർത്ഥം ഇതാണ്: പ്രിന്റ് കൾച്ചർ എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളുടെ പുസ്തകത്തിൽ അതൊരു 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം വേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. പ്രിന്റ് കൾച്ചർ ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അത് പുതിയ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ സ്പ്രെഡ് ചെയ്യിച്ചു. പിന്നെ ആൾക്കാരെ അതോറിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ എൻകറേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ഇൻട്രോ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ആൻഡ് ദ റവല്യൂഷണറി ഐഡിയാസ്. എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 3 പേരുണ്ട്: വോൾട്ടയർ, റൂസോ, മോണ്ടിസ്ക്യൂ. ഈ 3 പേരുടെയും ആശയങ്ങളൊക്കെ ആൾക്കാർ വളരെയധികം വായിക്കുകയും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തു. ഈ വോൾട്ടയറും റൂസോയും മോണ്ടിസ്ക്യൂവും അവരുടെ റൈറ്റിങ്ങിൽ കൂടെ ചർച്ചിനെയും മൊണാർക്കിയെയും സോഷ്യൽ ഇൻഇക്വാലിറ്റിയൊക്കെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയാസ് വായിച്ച ആൾക്കാർ എന്ത് ചെയ്തു? ഇവരുടെ ഒപ്പം ചേർന്നിട്ട് അവര് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സോഷ്യൽ ഇക്വാലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് അവര് നിരന്തരം പോരാടാൻ തുടങ്ങി. അപ്പൊ ഇവര് കൊണ്ടുവന്ന ഐഡിയാസ് ആണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി എന്ന് പറയുന്നത്. Liberty, equality, fraternity. അപ്പോൾ ഇവരുടെ ഐഡിയാസ് ഫ്രഞ്ച് റവല്യൂഷനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവര് ഐഡിയാസ് ജനങ്ങളിലോട്ട് എത്തിച്ചത് എങ്ങനെയാണ്? ആർട്ടിക്കിൾസ് വഴിയും നോട്ടീസ് വഴിയൊക്കെയാണ് അവർ എത്തിച്ചത്. അപ്പോൾ ഇവരുടെ ആ ഒരു ഐഡിയാസിന്റെ ഫലമായിട്ട് ജനങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങി, ഇപ്പൊ എല്ലാ ആൾക്കാരും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തിനാണ് നോബിൾസും കിങ്സും ഒക്കെ വേണ്ടത്, ഇവർക്ക് എന്തിനാണ് സ്പെഷ്യൽ പ്രിവിലേജ് വേണ്ടത് എന്നൊക്കെ ജനങ്ങൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇതാണ് നമ്മൾ വോൾട്ടയർ, റൂസോ ആൻഡ് മോണ്ടിസ്ക്യൂവിനെ കുറിച്ചിട്ട് എഴുതേണ്ട കാര്യങ്ങൾ. ഇപ്പം പല കുട്ടികൾക്കും ഈ വോൾട്ടയർ, റൂസോ, മോണ്ടിസ്ക്യൂ പറയുമ്പോഴത്തേക്കും ഈ പേരുകൾ ഓർക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ടിപ്പ് പറയാം. ഇപ്പം നിങ്ങൾ വോൾട്ടയറിനെയോ റൂസോയോ മോണ്ടിസ്ക്യൂവിനെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ആയിട്ട് അങ്ങ് കമ്പയർ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നത് വോൾട്ടയറിനെ ഞാൻ നമ്മുടെ പൃഥ്വിരാജായിട്ട് കൺസിഡർ ചെയ്തു, റൂസോയെ ഞാൻ നമ്മുടെ മാധവനോ വിജയോ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ മോണ്ടിസ്ക്യൂ എന്ന് പറയുന്നത് കുറച്ചൊരു പ്രായമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വളരെ വിശാലമായിട്ടുള്ള വ്യക്തിയൊക്കെയാണുള്ളത്. അപ്പം ഞാൻ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടിട്ടാണ് മോണ്ടിസ്ക്യൂവിൻ്റെ പിക്ചർ ഇവിടെ ജനറേറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾ ആ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇവരുടെ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. അടുത്ത് വരുന്ന ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ ഇൻ പബ്ലിക് പ്ലേസസ് ആണ്. ഈ പ്രിന്റ് വരുന്നതിന് മുമ്പ് വരെയും ഇല്ലാതിരുന്നൊരു കാര്യമായിരുന്നു ഡിബേറ്റും ഡിസ്കഷൻസും. ആൾക്കാർക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പം പ്രിന്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ അതിലെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് സംസാരിക്കാനും വാദപ്രതിവാദങ്ങൾ നടത്താനും ഒക്കെ തുടങ്ങി. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുമ്പോഴത്തേക്കും ജേക്കബിൻ ക്ലബിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ജാക്കബിൻ ക്ലബിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നതും പ്രിന്റ് തന്നെയാണ്. അടുത്ത് വരുന്നത് കാർട്ടൂൺസ് ആൻഡ് കാരിക്കേച്ചേഴ്സ് ആണ്. കാർട്ടൂണുകളും കാരിക്കേച്ചറും കുറെ പവർഫുൾ ആണ്. അവര് വാക്കുകളെക്കാട്ടിൽ പലപ്പോഴും എന്താണ്, പിക്ചേഴ്സിന് ശക്തിയുണ്ട്. അപ്പോൾ കാർട്ടൂണുകളിൽ കൂടെയും കാരിക്കേച്ചറിൽ കൂടെയും ആളുകൾ എന്താണ്, ചർച്ചിന്റെയും മൊണാർക്കിന്റെ ഒക്കെ അതോറിറ്റീസിനെയൊക്കെ പബ്ലിക്കലി അറ്റാക്ക് ചെയ്തു. കിങ് വളരെ ലേസി ആയിട്ടും വേസ്ഫുൾ ആയിട്ടും അൺകെയറിംഗും ആയിട്ടുള്ള ഇമേജുകളൊക്കെ വന്നു. പിന്നെ ക്യൂവിൻ്റെ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിനെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. പ്രീസ്റ്റിനെ അവർ വളരെ ഗ്രീഡിയും കറപ്റ്റും ആയിട്ടൊക്കെ, അത് ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ, അവരനുഭവിക്കുന്ന കാര്യങ്ങൾ, അനുഭവപ്പെട്ട വേദനകൾ ചിത്രകാരന്മാർ കാർട്ടൂണുകളും കാരിക്കേച്ചേഴ്സും ഒക്കെ ആയിട്ട് വരയ്ക്കാൻ തുടങ്ങി. അതും ജനങ്ങളുടെ ഉള്ളിൽ പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ആൾക്കാർ ഓൾഡ് സിസ്റ്റത്തിനെതിരായിട്ട് പോരാടാൻ തുടങ്ങി. സോ നമുക്ക് എഴുതുമ്പോഴത്തേക്കും എന്താണ്, പ്രിന്റ് കൾച്ചർ ഡെഫിനറ്റ്ലി ഫ്രഞ്ച് റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ പ്രിന്റ് ആൾക്കാരുടെ ഫ്രണ്ടിൽ അവർക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കൊടുക്കുന്നത്. ചിന്തിക്കാതിരിക്കുകയൊക്കെ ആൾക്കാരുടെ ഇഷ്ടമാണ്. അപ്പം ആ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുകയും അവര് ന്യായത്തിന്റെ ഒപ്പം നിൽക്കാൻ തുടങ്ങുകയും ചെയ്തു.
അപ്പം ജനങ്ങളുടെ ഇടയ്ക്ക് പൊളിറ്റിക്കൽ അവയർനെസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പ്രിന്റിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോഴത്തേക്കും ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ഇൻവെർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ എഴുതാം. അതായത് ഇൻവെർട്ടഡ് പിരമിഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രോ തുടക്കത്തിൽ ഒരു ചെറിയ പാരഗ്രാഫ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോഡി പാർട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരു കൺക്ലൂഷൻ ഒരു 2-3 വരി മതിയാവും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്താണ് സോഷ്യൽ സ്റ്റഡീസിന് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പിന്നെ എഴുതുന്ന ഉത്തരത്തിന് 5 ഔട്ട് ഓഫ് 5 തന്നെ കിട്ടും. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബോർഡ് എക്സാം പ്രമാണിച്ച് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം റിവിഷൻ ക്ലാസ്സിൽ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.